ജോണേ, എടാ ജോണേ, ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ കൂടെയുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് നമ്മുടെ സ്വന്തം മൈഥിലിയാണ്. അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് മനസ്സ് പറയുന്ന കാര്യങ്ങളാണ്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. സമൂഹ മാധ്യമങ്ങളിൽ അത്രയധികം സജീവമല്ലാത്ത മൈഥിലിയെ അതേ സമൂഹ മാധ്യമങ്ങൾ ഇത്രയധികം ആക്രമിച്ചിട്ടുള്ളത് എന്താ എന്റെ ഉദ്ദേശം? എന്താണെന്ന് എനിക്ക് പിടികിട്ടിട്ടില്ല. അവിടുന്ന് ഇവിടുന്നും എന്തൊക്കെയോ എടുത്തിട്ട് അവര് വെറുതെ ഇങ്ങനെ ഇട്ട് ട്രോള് വരുന്ന പോലെ അല്ലേ? ട്രോളിനേക്കാൾ കൂടുതൽ ട്രോളൊക്കെ പിന്നെ സഹിക്കാം. ട്രോളൊക്കെ ഇറ്റ്സ് ഫണ്ണി, ലൈക്ക് അത് അടിപൊളിയാണ്. ട്രോളൊക്കെ അടിപൊളിയാണ്. ആരാധകരെ കണ്ട സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ഹൈപ്പ് വരും എന്നുള്ളത് കൊണ്ടാണ് ഇവര് സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഈ വിൽക്കുന്നത്, അരി വാങ്ങിക്കുന്നത്. ചിലതൊക്കെ പറയാൻ എവിടെയെങ്കിലും മടിച്ചിരുന്നോ? അങ്ങനെ പറയാനൊന്നും മടിച്ചിട്ടൊന്നുമില്ല. വല്ല ഇത്രയും ഒരാളെ കുറിച്ച് ഇങ്ങനെ വേണ്ടാതിനും പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് നമ്മള് തളർന്നു പോവും, മനസ്സിലായോ? ആ തളർച്ചയെന്ന് നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും, മരിക്കില്ല. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. ആക്ച്വലി അതെന്തുകൊണ്ടായിരിക്കും? അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. ഇതേ മാധ്യമങ്ങൾ ഇതേ കാര്യങ്ങൾ വെച്ച് തന്നെ അതായത് നമ്മുടെ ജീവിതത്തിനെയും കൂടെ കേറി ഇടപെടുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ബാഡ്. കല്യാണം പോലും വിട്ട് കാശാക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് അതിലൂടെ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു എയിമാണ്. നിങ്ങൾക്ക് നല്ലത് നന്നായി ജീവിച്ചൂടെ? മുതലും പലിശ ചേർത്ത് കിട്ടി. അപ്പോഴും അവര് നമ്മളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എങ്ങനെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അത് നെഗറ്റിവിറ്റി. നല്ലത് എഴുതി നന്നായി ജീവിച്ചൂടെ? നേരെ ഇനി ആരെ കുറിച്ച് എന്ത് എഴുതിയാലും നേരെ കംപ്ലൈന്റ് ചെയ്യുക. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും നേരെ പോയാ മതി. ഇനി പരിപാടി അതേ ഉള്ളൂ. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇവര് നിർത്തുമായിരിക്കും, ഇവര് നിർത്തൂല. ഒരാളെ ഒരു എരയെ കിട്ടിയ പോലെയാണ് അവർക്ക്. അവരങ്ങോട്ട് മെഴുകുകയാണ് അതിനകത്തിട്ട്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോ അവര് വിചാരിക്കുന്നില്ല എത്രത്തോളം മറ്റേ പേഴ്സണലിനെ വേദനിപ്പിക്കുന്നുണ്ട്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? മെന്റലാണ്. ആ അത്തരം വിഭാഗക്കാരെന്ന് പറയുന്നതേ ഒരു മെന്റലാണ്. അവര് ചെയ്യുന്നതിന്റെ അവർക്ക് കിട്ടിക്കോളും. അതെ, ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.